ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ മതമൈത്രിയുടെ കയറിൽ ഒടമല മഖാം ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിലെ ആണ്ടുനേർച്ച 4 മാസത്തോളം നീണ്ടുനിൽക്കും. പാലൂർ തൈപ്പുയി രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഭക്തിനിർഭരമായ ചടങ്ങിൽ സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെയാണ് 4 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഒടമല മഖാം നേർച്ചയ്ക്ക് തുടക്കമായത്. മതസൌഹാർദ്ദം ഇഴകോർത്ത് ആനമങ്ങാട് കിഴക്കുവീട്ടിൽ ഹൈന്ദവ കുടുംബത്തിൽ നിന്നും എത്തിച്ച കയറിലാണ് മഖാമിലെ കൊടിയേറ്റ് നടന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മഹല്ല് മുദരീസ് ഷെരീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഒടമല മഖാമിന്റെ സൌഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിനായി കയർ നൽകിയ കിഴക്കുവീട്ടിൽ കുടുംബാംഗം പീതാംബരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സെയ്ദലവി കോയത്തങ്ങൾ, കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ, ഹബീബുള്ള തങ്ങൾ, സുബൈർ ഫൈസി തുടങ്ങി പണ്ഡിത പ്രമുഖരും മഹല്ല് ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ കാണിക്കയുമായി ആളുകൾ മഖാമിലെത്തി ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ അനുഗ്രഹം തേടും. മെയ് 2ാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി സ്നേഹസംഗമം, മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, മൗലീദ് പാരായണം എന്നിവയും നടക്കും. ജാതിമതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് സമാപനം കുറിക്കുക. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പുയി രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.